ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഇസ് പെർട്ടിക്കുലർ ടു സെക്ഷൻ ഡ്രോയിങ്? ഓപ്ഷൻ എ ബ്രേക്ക് ലൈൻസ്, ഓപ്ഷൻ ബി ഫാൻറ്റം ലൈൻസ്, ഓപ്ഷൻ സി കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് ആൻഡ് ഓപ്ഷൻ ഡി എക്സ്റ്റൻഷൻ ലൈൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് എന്നാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു സെക്ഷൻ സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെക്ഷൻ പ്ലെയിൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ എന്താണെന്നാണ്. ആൻസർ വരിക കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് ആണ്. അപ്പോൾ ബ്രേക്ക് ലൈൻസ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് ലൈൻസ് സാധാരണയായിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബീമിനെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ ഈവൻ സ്കെയിൽ ചെയ്ത് വരച്ചാൽ പോലും നമുക്ക് അത്രയും ഒരു ഡ്രോയിങ് ഷീറ്റിൽ വരച്ച് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ലൈൻസ് വെച്ചിട്ട് നമ്മളതിനെ സ്പെസിഫൈ ചെയ്ത് കാണിക്കും. സോ ആ ഒരു കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഫാൻറ്റം ലൈൻസ് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് പാത്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫാൻറ്റം ലൈൻസ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ലൈൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ട്സൈഡ് ലൈനിൽ നിന്നും നമ്മുടെ ഡയമെൻഷൻ ലൈനിലേക്കൊക്കെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് എക്സ്റ്റൻഷൻ ലൈൻസ് എന്ന് പറയുന്നത്. ദീസ് ലൈൻസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ഒബ്ജക്റ്റ് ഔട്ട്ലൈൻ ഓർ പോയിൻ്റ് ഓൺ ദ ഒബ്ജക്റ്റ് ടു എ പ്ലേസ് ഔട്ട്സൈഡ് ദ ഇമേജ്. മെയിനായിട്ട് നമ്മൾ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ആ എഡ്ജസിൽ നിന്നും ഡയമെൻഷൻ ലൈനിലേക്ക് വരയ്ക്കുന്ന ലൈൻസിനെ എക്സ്റ്റൻഷൻ ലൈൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരിക കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് ആണ്. കാരണം സെക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ. ഓപ്ഷൻ എ വെലോസിറ്റി ഓഫ് ലിക്വിഡ്, ഓപ്ഷൻ ബി ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ 2 points ഇൻ എ പൈപ്പ്, ഓപ്ഷൻ സി പ്രഷർ ഇൻ പൈപ്പ് ആൻഡ് ചാനൽസ്, ഓപ്ഷൻ ഡി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇവിടെ ആൻസർ വരിക എന്ന് വെച്ചാൽ ഓപ്ഷൻ സി പ്രഷർ ഇൻ പൈപ്പ്സ് ആൻഡ് ചാനൽസ്. മാനോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രഷർ കണ്ടുപിടിക്കാൻ മാനോമീറ്റേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പീസോമീറ്റേഴ്സ് ഉണ്ട്, യൂട്യൂബ് മാനോമീറ്റേഴ്സ് ഉണ്ട്, അതേപോലെ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റേഴ്സ് ഉണ്ട് അഥവാ മൈക്രോമീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ പല ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ നമുക്കിതിൽ കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ ബിയും സിയുമായിട്ടായിരിക്കും. ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ 2 points ഇൻ എ പൈപ്പ് ആണോ അല്ലെങ്കിൽ പ്രഷർ ഇൻ പൈപ്പ് ആൻഡ് ചാനൽസ് ആണോ എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. ഓപ്ഷൻ ബിയിൽ ആൻസർ ആയിട്ട് വരെ ഇപ്പം ഡിഫറൻസ് ഇൻ പ്രഷറാണ് കണ്ടുപിടിക്കുന്നത്, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് സെപ്പറേറ്റ് വേറെയുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ ഡിഫറൻസുകൾ കണ്ടുപിടിക്കുന്നത്. സോ വെറും മാനോമീറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഷർ ഇൻ പൈപ്പ്സ് ആൻഡ് ചാനൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 atmospheric pressure is equivalent to. 1 atmospheric pressure is equivalent to option A 1.315 kilogram. Next question നമുക്ക് നോക്കാം. 1 atmospheric pressure is equivalent to option A 1.315 kilogram force per centimeter square, option B 14.7 pascals, option C 100 Newton and option D 760 mm ഓഫ് HG. ഓപ്ഷൻ സി 100 Newton എന്നാണ് കേട്ടോ. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി 760 mm ഓഫ് HG ആണ്, മെർക്കുറിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസിൽ വന്നിട്ട് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇപ്പോൾ സീ ലെവലിൽ വളരെ കൂടിയ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. പിന്നെ ഹൈറ്റിൽ പോകും തോറും മൗണ്ടൻസ് ഒക്കെ എത്തുമ്പോൾ ആ മൗണ്ടൻസിൻ്റെ ടോപ്പിലൊക്കെ വരുമ്പോഴത്തേനും പ്രഷർ കുറയുക ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് സീ ലെവലിലെ പ്രഷറാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് കൺസിഡർ ചെയ്യുന്നത്. അത് മെയിനായിട്ട് 101.3 kPa ആണ്. അതിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 100 kPa എന്ന് പറഞ്ഞിട്ട് എടുക്കും, വിച്ച് ഈസ് അഗെയിൻ ഈക്വൽ ടു 1 bar എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ മെർക്കുറി ഒരു മാനോമീറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 760 mm ഓഫ് മെർക്കുറി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മെർക്കുറിക്ക് പകരം ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വാട്ടറാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10.3 meter ഓഫ് വാട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും, 760 torr എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല വിച്ച് ഈസ് ഈക്വൽ ടു 1 atm എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്
പലതും പല യൂണിറ്റിൽ, പക്ഷേ സെയിം സംഭവം തന്നെയാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവലിലാണ് ജനറലായിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ ആൻസറായിട്ട് വരിക 760 mm ഓഫ് Hg ആണ്. ഓക്കെ, അതായത് ഒരു മെർക്കുറി മാനോമീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സീ ലെവലിൽ വന്നിട്ട് ആ മെർക്കുറിയുടെ ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 760 mm ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ 760 mm ഓഫ് Hg എന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത് തന്നെ ആവണം എന്നില്ല, അത് ചിലപ്പം 100 കിലോ പാസ്കലിൻ്റെ സ്റ്റേറ്റിൽ ചോദിക്കുവാണെങ്കിൽ 100 ഡയറക്റ്റ് ചോദിക്കത്തില്ല, 101.3 കിലോ പാസ്കലാണോ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ 101.3 കിലോ പാസ്കൽ ഇൻ ടേംസ് ഓഫ് എന്താ പറയുക, ജനറലായിട്ട് കിലോ പാസ്കൽ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറയുമ്പോൾ, വാട്ടറിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 10.3 മീറ്റർ ഓഫ് വാട്ടർ എന്ന് പറയാം. അപ്പം മെയിനായിട്ട് 760 mm ഓഫ് Hg ഓർത്ത് വെക്കുക, 10.3 മീറ്റർ ഓഫ് വാട്ടർ ഓർത്ത് വെക്കുക, 101.3 കിലോ പാസ്കൽ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. വേറെ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following methods of applying water may be used in rolling land? Option A, border flooding. Option C, furrow flooding. Option C, check flooding. And option D, free flooding. ആൻസർ വരിക ഓപ്ഷൻ എ, ബോർഡർ ഫ്ലഡിങ് മെത്തേഡാണ്. സോ നമുക്ക് എന്താ ലിഫ്റ്റ് ഇറിഗേഷനുണ്ട്, സർഫസ് ഇറിഗേഷനുണ്ട്, സബ് സർഫസ് ഇറിഗേഷനുണ്ട്. ലിഫ്റ്റ്, ഫ്ലോ, സബ് സർഫസിൽ തന്നെ എന്താ ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സോ ഇതിൽ വന്നിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, റോളിംഗ് ലാൻഡിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇറിഗേഷൻ എന്താണെന്നാണ്. ആൻസർ വരിക ബോർഡർ ഫോം ഓഫ് ഇറിഗേഷൻ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ബോർഡർ സ്ട്രിപ്പ് അല്ലെങ്കിൽ ബോർഡർ ഫ്ലഡിങ് മെത്തേഡിൽ മെയിനായിട്ട് ലാൻഡിനെ റെക്റ്റാങ്കുലർ സ്ട്രിപ്സായിട്ട് ഇങ്ങനെ ഡിവൈഡ് റെക്റ്റാങ്കുലർ സ്ട്രിപ്സായിട്ട് ഡിവൈഡ് ചെയ്യും. ആ റെക്റ്റാങ്കുലർ സ്ട്രിപ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ ലെവീസ് എന്നും വിളിക്കാറുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡിൽ അല്ലെങ്കിൽ ബോർഡർ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുള്ളത് ഏത് ക്രോപ്സിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ്. റൈസ്, വീറ്റ് തുടങ്ങിയ ക്രോപ്സിനൊക്കെയാണ് നമ്മൾ ഈ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഫെറോ ഫ്ലഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഫെറോസ് കൺസ്ട്രക്റ്റ് ചെയ്യും. ഡീപ്പ് ഫെറോസ് അല്ലെങ്കിൽ ഷാലോ ഫെറോസ് ഒരു കുഴി പോലെ ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം വരും, മുകളിൽ ക്രോപ്പും വരും. അപ്പോൾ ആ ഫെറോയുടെ ഡെപ്ത് അനുസരിച്ചാണ് ഡീപ്പ് ഫെറോ ആൻഡ് ഷാലോ ഫെറോ എന്ന് പറയാം. ഇപ്പോൾ 20 to 30 സെൻറ്റിമീറ്റർ ഡെപ്തിലുള്ളതാണ് ഫെറോ എന്നുണ്ടെങ്കിൽ അതിന് ഡീപ്പ് ഫെറോ എന്നും, 8 to 12 സെൻറ്റിമീറ്റർ ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ ഷാലോ ഫെറോ എന്നുമാണ് പറയുക. പിന്നെ ഇതിൻ്റെ തമ്മിലുള്ള ഈ ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, അത് 25 സെൻറ്റിമീറ്റർ ആണ് വരിക. ഇനി ഡെപ്ത് ഓഫ് ഫ്ലോ, അതായത് വാട്ടർ ഫില്ല് ചെയ്യുന്നത് 10 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ്. പിന്നെ ഈ ഫെറോ ഇറിഗേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ മെയ്സ്, ഗ്രൗണ്ട് നട്ട്, പൊട്ടറ്റോ, ഇതിനൊക്കെയാണ് സാധാരണ നമ്മൾ ഫെറോ ഫ്ലഡിങ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലാൻഡിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 1/5 ഓഫ് ദ ലാൻഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് നമ്മൾ വെറ്റിംഗ് നടക്കുന്നുള്ളൂ. അപ്പം അതാണ് ഫെറോ ഫ്ലഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റൊന്ന് ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓരോരോ പ്ലോട്ട്സ് ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നതിനാണ് ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് സിറിയൽ ക്രോപ്സിനൊക്കെയാണ് ചെക്ക് ഫ്ലഡിങ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, സിറിയൽ ക്രോപ്സിന് ഏതാണ് അത് ചെക്ക് ഫ്ലഡിങ് അല്ല ചെക്ക് ബേസിൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. ഇനി ഫ്രീ ഫ്ലഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ആ ഫ്ലോയ്ക്ക് ഒരു പ്രത്യേക ഗൈഡൻസ് ഒന്നും ഇല്ലാതെ വെള്ളം ഒഴുക്കിയിട്ട് ഇറിഗേഷൻ ചെയ്യുന്നതിനെയാണ് ഫ്രീ ഫ്ലഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ വേസ്റ്റേജ് അവിടെ വളരെ കൂടുതലായിരിക്കും. സോ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ഉണ്ട്. അപ്പം ഇവിടെ ആൻസറായിട്ട് വരാം റോളിംഗ് ലാൻഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോർഡർ ഫ്ലഡിങ് മെത്തേഡാണ്. ലെവീസ് വെച്ചിട്ട് ഉള്ള റൈസ്, വീറ്റൊക്കെ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇറിഗേഷൻ എന്നും പറയാറുണ്ട്. So next question നോക്കാം. The type of surveying which requires least office work is option A trigonometrical, option B leveling, option C theodolite surveying and option D plain table surveying. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ് നമുക്ക് ലീസ്റ്റ് ഓഫീസ് വർക്ക് വേണ്ടുന്നത്.
അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മളിപ്പം ലാബിലൊക്കെ സർവേയിങ് ലാബിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് നമ്മൾ ഡയറക്റ്റ് ആ സമയത്ത് തന്നെ പ്ലോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അലിഡേൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ റേഞ്ചിങ് റോഡൊക്കെ വെച്ച് നമ്മൾ കറക്റ്റ് ആ ഏരിയ പ്ലോട്ട് ചെയ്തെടുക്കുക ചെയ്യുക. സോ അവിടെ പ്രത്യേകിച്ച് ഓഫീസ് വർക്കിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അവിടെ വെച്ച് തന്നെ സ്കെയിൽ ചെയ്ത് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് പെട്ടെന്ന് വർക്ക് തീരും. സോ അതുകൊണ്ട് തന്നെ അതിനെ ഒരു സിമ്പിൾ, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സിമ്പിളാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ മറ്റൊരെണ്ണം വന്നിട്ട് ട്രിഗ്നോമെട്രിക്കൽ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ, ട്രിഗ്നോമെട്രിക്കൽ ലെവലിങ്ങിൽ നമ്മൾ ഡിഫറൻസ് ഇൻ എലിവേഷൻ മെയിനായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആംഗിൾസ് വഴിയും ട്രിഗ്നോമെട്രി വെച്ചിട്ട്. അപ്പം ആംഗിൾസ് മെഷർ ചെയ്യും, ആ ഒരു പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അത് രണ്ടുമേ മെഷർ ചെയ്തെടുക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് പോയിൻറ്റ്സിൻ്റെയൊക്കെ ഡിഫറൻസ് ഇൻ എലിവേഷൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ട്രിഗ്നോമെട്രിക്കൽ ലെവലിങ്ങിൽ. പിന്നെ ലെവലിംഗ് അറിയാം, ഡംപി ലെവൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ തിയോഡലൈറ്റ് സർവേയിങ്, തിയോഡലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയും അങ്ങോട്ടേക്ക് ആംഗിൾ ആദ്യം മെഷർ ചെയ്യും, പിന്നെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ചെയിനോ ടേപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡിസ്റ്റൻസൊക്കെ മെഷർ ചെയ്യും. അപ്പോൾ തിയോഡലൈറ്റ് സർവേയിങ് അങ്ങനെ ചെയ്യുന്നതാണ്. അവിടെയും ഓഫീസ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ലെവലിങ്ങിലാണെങ്കിലും നമുക്ക് മെഷർമെൻറ്റ്സും ഒക്കെ എടുത്തിട്ട് നമുക്ക് കാൽക്കുലേഷൻ വരുന്നുണ്ട്. ട്രിഗ്നോമെട്രിക്കലാണെന്നുണ്ടെങ്കിലും ട്രിഗ്നോമെട്രിക്കൽ ലെവലിങ്ങിനും ആണെങ്കിലും നമ്മുടെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. സോ ഇവിടെ കാൽക്കുലേഷൻസ് ലീസ്റ്റ് ആയിട്ട് വരുന്ന എന്താണ്? പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിനാണ്. അപ്പോൾ ആൻസർ വരിക പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണ്. നെക്സ്റ്റ് നോക്കാം, ഇൻ്റർസെക്ഷൻ മെത്തേഡ് ഓഫ് ഡീറ്റെയിൽഡ് പ്ലോട്ടിംഗ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഓപ്ഷൻ എ ഫോറസ്റ്റ്, ഓപ്ഷൻ ബി അർബൻ ഏരിയാസ്, ഓപ്ഷൻ സി ഹില്ലി ഏരിയാസ്, ഓപ്ഷൻ ഡി പ്ലെയിൻസ്. ആൻസർ വരിക ഓപ്ഷൻ സി ഹില്ലി ഏരിയാസ് ആണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇൻ്റർസെക്ഷൻ മെത്തേഡ് ഈ പറഞ്ഞതിൽ ഏതിലാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടേബിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പ്ലെയിൻ ടേബിളിൽ ഫസ്റ്റ് റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഡയറക്റ്റ് നമുക്കിപ്പം എല്ലാ പോയിൻറ്റ്സും ഒരു പ്ലെയിൻ ടേബിൾ വെച്ചേക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നും വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അത് ഒരു കേസ്. ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഇൻഅക്സസിബിൾ സ്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് പ്ലെയിൻ ടേബിൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആ സ്റ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് വല്ല ഒബ്സ്ട്രക്ഷൻസും വരുന്നുണ്ട്. അങ്ങനത്തെ കേസസിൽ നമ്മൾ ഇൻ്റർസെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്നും അതിന് മറ്റൊരു പേരുണ്ട്, ആ മെത്തേഡ് യൂസ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം പ്ലെയിൻ ടേബിൾ വെച്ച് ചെയ്യുന്നത് നമ്മൾ ട്രവേഴ്സിങ് ചെയ്യാറുണ്ട്, പിന്നെ റിസഷൻ വഴി ചെയ്യാറുണ്ട്. റിസഷനിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, 2 point and 3 point പ്രോബ്ലംസ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ വെച്ച് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണിത്. അപ്പം ഇവിടെ ഇൻ്റർസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പോയിൻറ്റ്സ് ഇൻഅക്സസിബിൾ അല്ല എന്നുള്ള കേസിലാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കൂടുതലും ഹില്ലി ഏരിയാസ് വരുമ്പോഴാണ് നമുക്ക് ഇൻ്റർസെക്ഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. So next one, streamlines and path lines always coincide in case of. അപ്പോൾ ആദ്യമേ നമുക്ക് സ്ട്രീം ലൈൻ എന്താണ്, പാത്ത് ലൈൻ എന്താണെന്ന് നോക്കാം. അപ്പം പാത്ത് ലൈൻ എന്ന് പറയുമ്പോഴത്തേനും പാത്ത് ലൈൻ ഇസ് ദ ലൈൻ ട്രേസ്ഡ് ബൈ എ സിംഗിൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആസ് ഇറ്റ് മൂവ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ വെച്ചിട്ട് thus the path indicates the direction of velocity of the same fluid particle at successive instant of time. Successive instant of time ആ ഒരൊറ്റ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ആ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആയിരിക്കും നമ്മൾ ആ പാത്ത് ലൈനിൽ നോട്ട് ചെയ്യുന്നത്. പക്ഷേ സ്ട്രീം ലൈൻ വരുമ്പോഴത്തേനും അവിടെ ഒരൊറ്റ പാർട്ടിക്കിൾ ആയിരിക്കത്തില്ല, ഷോസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് നമ്പർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്. കുറേ നമ്പർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയാം. പാത്ത് ലൈൻ വന്നിട്ട് ഒരൊറ്റ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ, സ്ട്രീം ലൈൻ ആണെങ്കിൽ കുറേ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ സ്ട്രീം ലൈൻ ആൻഡ് പാത്ത് ലൈൻസ് ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റഡി ഫ്ലോ, ഓപ്ഷൻ ബി ലാമിനാർ ഫ്ലോ, ഓപ്ഷൻ സി യൂണിഫോം ഫ്ലോ, ഓപ്ഷൻ ഡി ടർബുലൻറ്റ് ഫ്ലോ. ആൻസർ വരിക ഓപ്ഷൻ എ സ്റ്റഡി ഫ്ലോയാണ്. സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോഴത്തേനും അറ്റ് എ പെർട്ടിക്കുലർ
ടൈമിലാണ്, വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് നമ്മൾ നോക്കുന്നത്. ടൈമിൽ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം യൂണിഫോം ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻസിൽ ഈ വെലോസിറ്റി അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം സ്റ്റഡി ഫ്ലോ വരുമ്പോൾ ടൈമുമായിട്ട് റിലേറ്റഡ്, അതേപോലെ യൂണിഫോം ഫ്ലോ വരുമ്പം ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ പൊസിഷൻസുമായിട്ട് റിലേറ്റഡ് എന്ന് പറയാം. പിന്നെ വരുന്ന ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ലെയേഴ്സ് ആയിട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ടർബുലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് വേരിയേഷൻ ഉണ്ടായിരിക്കും അതിൻ്റെ പ്രഷറിനും ഫ്ലോ വെലോസിറ്റിക്കും ഒക്കെ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആൻഡ് ടൈം. അതിനെ ടർബുലൻറ്റ് ഫ്ലോ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ സ്റ്റഡി ഫ്ലോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഓപ്ഷൻ എ മൊമെൻറ്റം, ഓപ്ഷൻ ബി വെലോസിറ്റി, ഓപ്ഷൻ സി എനർജി ആൻഡ് ഓപ്ഷൻ ഡി മാസ്. ആൻസർ വരിക ഓപ്ഷൻ ഡി മാസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following is used to measure discharge? Option A current meter, option B pitot tube, option C venturi meter and option D anemometer. അതിൻ്റെ അകത്ത് ആൻസർ വരിക ഓപ്ഷൻ സി വെഞ്ചുറി മീറ്റർ ആണ്. സോ കറണ്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവറിലൊക്കെയുള്ള വാട്ടർ കറൻറ്റ്സ് ഉണ്ടല്ലോ അതിൻ്റെ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ് കറണ്ട് മീറ്റർ. പിന്നെ വന്ന് പിറ്റോ ട്യൂബ്. പിറ്റോ ട്യൂബ് വന്നിട്ട് നമ്മൾ പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. മാനോമീറ്ററൊക്കെ പറഞ്ഞപ്പോൾ പിറ്റോ ട്യൂബിൻ്റെ കാര്യം പറഞ്ഞാലും പിറ്റോ ട്യൂബ് പ്രഷർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്ററാണ് എന്താ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് വെഞ്ചുറി മീറ്റർ. അപ്പോൾ വെഞ്ചുറി മീറ്റർ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വെഞ്ചുറി മീറ്റർ 0.98 ആണെന്ന് ഓർക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെഞ്ചുറി മീറ്ററിന് 2 ആംസ് ഉണ്ട്. ഒരു കൺവേർജിങ് ആമും ഉണ്ട്, ഒരു ഡൈവേർജിങ് ആമും ഉണ്ട്. എപ്പോഴും ഡൈവേർജിങ് ആം വിൽ ബി മോർ ദാൻ കൺവേർജിങ് ആം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന വെഞ്ചുറി മീറ്ററിൻ്റെ വെഞ്ചുറി മീറ്റർ എന്ന് പറയുമ്പോൾ വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു കൺവേർജിങ് ആം ഉണ്ടായിരിക്കും, പിന്നൊരു ട്രാൻസിഷനും പിന്നൊരു ഡൈവേർജിങ് ആം ഉണ്ടായിരിക്കും. സോ ഇവിടെ ഡൈവേർജിങ് ആമിൻ്റെ ലെങ്ത്താണ് കൂടുതലായിട്ട് വരുന്നത് ആസ് കമ്പയർഡ് ടു കൺവേർജിങ് ആം. ഓക്കെ, അത് ഓർത്ത് വെക്കാം. പിന്നെ ഒരു ഇടയ്ക്കൊരു ട്രാൻസിഷൻ നടക്കുന്ന ഒരു ഇതുണ്ടായിരിക്കും. സോ അത് വർക്ക് ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയിൻറ്റ് ഇൻ ദ ഇമ്മേഴ്സ്ഡ് ബോഡി ത്രൂ വിച്ച് റിസൾട്ടൻറ്റ് പ്രഷർ ഓഫ് ലിക്വിഡ് ഇസ് ടേക്കൺ ടു ആക്ട് ഇസ് കോൾഡ്. ഓപ്ഷൻ എ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് പ്രഷർ, ഓപ്ഷൻ സി സെൻറ്റർ ഓഫ് ബൊയാൻസി ആൻഡ് ഓപ്ഷൻ ഡി മെറ്റാ സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ആൻസർ വരിക ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് പ്രഷറാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് മൊത്തത്തിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ച പോലെ തന്നെ ഒരു ബോഡി വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രഷർ ആക്ട് ചെയ്യും. ആ റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിൻ്റിനെയാണ് സെൻറ്റർ ഓഫ്, കുറേ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യും, അതിൻ്റെ എല്ലാത്തിനും കൂടെ റിസൾട്ടൻറ്റ് ആക്ട് ചെയ്യുന്ന പോയിൻ്റിനെയാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുക. പിന്നെ സെൻറ്റർ ഓഫ് ബൊയാൻസി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഒരു ബൊയാൻ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ആ ബൊയാൻ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നതാണ് സെൻറ്റർ ഓഫ് ബൊയാൻസി എന്ന് പറയുന്നത്. ഇനി മെറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, സെൻറ്റർ ഓഫ് ബൊയാൻസി ഉണ്ട്. എലോങ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് ബൊയാൻസി നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോഡി ടിൽറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ഓഫ് ബൊയാൻസി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഇവിടെ സെൻറ്റർ ഓഫ് ബൊയാൻസി ആണെന്ന് വെച്ചോ. ഇനി ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തു. ടിൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ തന്നെ നിൽക്കും. ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇവിടെ സെൻറ്റർ ഓഫ് ബൊയാൻസി, ആദ്യത്തെ എൻ്റെ സെൻറ്റർ ബൊയാൻസി. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ബൊയാൻസി ഇവിടെ നിന്നും ജസ്റ്റ് ഇങ്ങോട്ടേക്കൊന്ന് മാറും. അപ്പം ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഈ ഒരു ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. സോ ടിൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സെൻറ്റർ ഓഫ് ബൊയാൻസിക്ക് ഒരു ചേഞ്ച് വരും. ആ ചേഞ്ച് ചെയ്ത സെൻറ്റർ ഓഫ് ബൊയാൻസിയുടെ പോയിൻറ്റും പിന്നെ നമ്മുടെ ആദ്യം വരച്ച ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് മെറ്റാ സെൻറ്റർ എന്ന് വിളിക്കുന്നത്. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ബൊയാൻസി. സോ ഇത് ചേഞ്ച് ചെയ്ത സെൻറ്റർ ഓഫ് ബൊയാൻസി CB ഡാഷ്, സെൻറ്റർ ഓഫ് ആദ്യത്തെ സെൻറ്റർ ഓഫ് ബൊയാൻസി.
സോ ഇത് മെറ്റാസെൻറ്ററായിട്ട് വരും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. Sensitivity of bubble tube can be increased by option A decreasing the length of bubble tube, option B increasing the diameter of bubble tube, option C increasing the viscosity of liquid, option D decreasing the radius of curvature of tube. ആൻസർ വരെ ഓപ്ഷൻ ബി ഇൻക്രീസിങ് ദി ഡയമീറ്റർ ഓഫ് ബബിൾ ട്യൂബാണ്. ബബിൾ ട്യൂബിൻ്റെ ഡയമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബബിൾ ട്യൂബിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറച്ച് കൊടുത്താലും അതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹാഫ് ടേൺ സ്റ്റെയർസ് ചേഞ്ചസ് ദ ഡയറക്ഷൻ ത്രൂ ഓപ്ഷൻ എ 90 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 270 ഡിഗ്രി, ഓപ്ഷൻ ഡി 45 ഡിഗ്രി. ആൻസർ വരെ ഓപ്ഷൻ ബി 180 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി തിരിയുന്നതിന് നമ്മൾ ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് എന്നാണ് പറയുക. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് 90 ഡിഗ്രിയിലാണ് തിരിവ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് വരും. ഇനി 180 ഡിഗ്രിയിലാണ് ഇപ്പോൾ തിരിഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിലാണ് ഇതും. ഇനി ക്വാർട്ടർ ടേണിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ബൈഫോക്കേറ്റഡ് സ്റ്റെയർസ് എന്ന് പറയും. ഇനി 180 ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഓപ്പൺ ന്യൂവൽ ടൈപ്പ്, ഈ നടുക്ക് ഇങ്ങനെ ഒരു സ്പേസ് വന്നാൽ അതിനെ ഓപ്പൺ ന്യൂവൽ ടൈപ്പ് എന്ന് പറയും. പിന്നെ നടുക്ക് സ്പേസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡോഗ് ലെഗ്ഡ് എന്ന് പറയാം. സോ ഇത് രണ്ടും വന്നിട്ട് ഇറ്റ് ഈസ് ഹാഫ് ടേൺഡ് സ്റ്റെയർസിൻ്റെ എക്സാമ്പിളായിട്ടാണ് വരിക. പിന്നെ മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി, അതായത് 3 ക്വാർട്ടർ ടേൺ വരും. ഇവിടെ ഒരു 90 ഡിഗ്രി വരും, ഇവിടെ ഒരു 90 ഡിഗ്രി വരും, ഇവിടെ ഒരു 90 ഡിഗ്രി വരും. അപ്പോൾ ടോട്ടലി 270 ഡിഗ്രി വരും. അതാണ് 3 ക്വാർട്ടർ ടേൺ. അപ്പോൾ ക്വാർട്ടർ ടേൺ, പിന്നെ ഹാഫ് ടേൺ ആൻഡ് 3 ക്വാർട്ടർ ടേൺ, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.